13.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ബ്രസയുടെ ZXi വേരിയൻ്റ് എടുക്കണോ, ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻ്റ് എടുക്കണോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ZXi ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്റീരിയറിൽ തന്നെ നമുക്ക് ഒരു മൾട്ടി ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് വീൽ, അതിനകത്ത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഒരു 7-inch ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വരുന്നുണ്ട്, സൺ റൂഫ് വരുന്നുണ്ട്. അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻറ്റിനെ മാരുതി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു ബേസ് വേരിയൻറ്റ് വാഹനമാണെന്ന് മനസ്സിലാകും. ആകെ ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്തൊരു സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ഈ വാഹനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും നമ്മളുടെ ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയിൽ സ്റ്റീൽ വീലുകളാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ ഒരു നോർമൽ ഹാലജൻ ഹെഡ്ലൈറ്റും DRLും വരുമ്പോൾ ബ്രസയിൽ LED ഹെഡ്ലൈറ്റ് പ്ലസ് DRL കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ലോങ്ങിൽ നിന്ന് നോക്കുമ്പോഴാലും ഒറ്റ നോട്ടത്തിൽ ഒരു വലിയ വാഹനമായിട്ടും ഒരു SUV ലുക്ക് തരുന്ന ഒരു വാഹനവും നമ്മളുടെ ബ്രസ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം.